അച്ചടക്ക ലംഘനം ആരോപിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്ത കേരള കാർഷിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ B. അശോക് IAS മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംഘർഷം അവർ റിപ്പോർട്ട് ചെയ്യുകയും എനിക്ക് അതിൻ്റെ കോപ്പി തരികയും ചെയ്തിരുന്നു. ആ ഫയൽ പ്രൊസീഡ് ചെയ്താണ് ഇന്നലെ ഇവർ സസ്പെൻഷനിൽ എത്തിച്ചിരിക്കുന്നത്. അത് സസ്പെൻഷൻ ഓർഡറിലില്ലല്ലോ. മാധ്യമങ്ങളിൽ നടത്തിയ ഇടപെടൽ സർക്കാരിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ് പരാമർശം എന്ന് പറയുന്ന മുറയ്ക്ക് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി താഴെയുള്ള ഒരാളിന് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഇല്ലാതെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പം തുടക്കം തൊട്ടേ ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, 23 ഞങ്ങൾ ഫയൽ ചെയ്ത ഒറിജിനൽ പെറ്റീഷൻ തൊട്ട് തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരെയാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. അദ്ദേഹം ഡെസിഗ്നേറ്റ് ചെയ്ത അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണ് കേസ് വാദിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്ത 5 മാറ്റേഴ്സിലും കേരള IAS അസോസിയേഷനാണ് ജയിച്ചത്. ഞാനാണ് പെറ്റീഷണർ. സ്വാഭാവികമായിട്ടും എന്നോട് നീരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേറ്റ ഡാമേജുമായിട്ട് നോക്കുമ്പോൾ ഈ സസ്പെൻഷൻ ഓർഡർ തീരെ നിസ്സാരമാണ്. അത് എന്നെ തള്ളിക്കളയുന്നു, അത്രയേ ഉള്ളൂ. ഉത്തമ ഉദാഹരണമല്ലേ ഞാൻ പറഞ്ഞത്. തുടർ ഭരണത്തിലേക്ക് കടന്നാൽ, തുടർ ഭരണത്തിൽ എത്തിയില്ല, അതിന് കാലാവധി തീരുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഇവിടെ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. 1ാം പിണറായി സർക്കാരിൽ സാമാന്യം നല്ല നിലയിലുള്ള ടീം വർക്ക് അഖിലേന്ത്യാ സർവീസും സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് അക്ഷീണം എത്തിച്ച ഒരു സിവിൽ സർവീസ് ലീഡർഷിപ്പിനെയാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ വിജയത്തിൻ്റെയും തുടർഭരണത്തിൻ്റെയും ഒരു വലിയ ഘടകമായിരുന്നു. ഒറ്റ കോംപ്ലിമെൻ്റായിട്ട് പല മിനിസ്റ്റേഴ്സും, സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ സിവിൽ സർവീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങേയറ്റം സത്യസന്ധമായിട്ട് അവരൊരു ടീം വർക്കോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 2ാം സർക്കാരിൽ ഐ ആം സോറി ടു സേ ഏതാണ്ട് 22-23 ആയപ്പോഴേക്കും ഈ താളം തെറ്റാൻ തുടങ്ങി. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം 2ാം സർക്കാരിൽ ഞങ്ങൾ കണ്ട വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം, എനിക്ക് കൃത്യം നമ്പർ അറിയില്ല, 10-12 ലോങ് റിട്ടയർഡ് ഓഫീസേഴ്സ് പല രീതിയിലും ഗവൺമെൻറ്റിലെ കോർ പൊസിഷൻസിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് എപ്പോഴും ഒരു സർവിങ് IAS ഓഫീസർ ഉണ്ടാവുന്നതാണ്. ഇത് വളരെ ക്രൂഷ്യൽ പോസ്റ്റാണ്. കാരണം ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയോടൊപ്പം മറ്റെല്ലാ വകുപ്പുകളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഏകോപിപ്പിക്കുന്നത്. 1ാം സർക്കാരിൽ ശ്രീ M. ശിവശങ്കർ ഉണ്ടായിരുന്നു. ശിവശങ്കർ ചില സാഹചര്യങ്ങളിൽ സസ്പെൻഷനിലായെന്നൊക്കെ ഉള്ളത് സത്യമാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ശിവശങ്കർ ഈ കോർഡിനേഷൻ്റെ കാര്യത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഓഫീസറായിരുന്നു. അപ്പം നമുക്ക് വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ശിവശങ്കർ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കാനായിട്ട് വലിപ്പച്ചെറുപ്പമോ സീനിയോറിറ്റിയോ ഇല്ലാതെ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. ആ സ്ഥാനം ഒഴിച്ചിട്ട ശേഷം 10 വർഷത്തിന് മുമ്പ് 2018 റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിലില്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കിഫ്ബിയിലെ ചുമതലയും അവിടെ ഒരു കോക്കസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസുമായിട്ട് ടോട്ടലി ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് മാറി. അപ്പം ആ നിയമനങ്ങളിലും മറ്റും അത് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ സീനിയോറിറ്റി കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 3 ആയപ്പോൾ മന്ത്രി പദവിയും കൊടുത്തു. അപ്പോൾ ഒരു അഡീഷണൽ ലെയർ ബ്യൂറോക്രസിയിൽ വന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ തന്നെ തൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴേക്കും ഡ്യുവാലിറ്റി ഓഫ് കൺട്രോൾ വന്നു. അതുമാത്രമല്ല, വളരെ മുമ്പ് ഗവൺമെൻറ്റിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് തന്നെ കട്ടിംഗ് എഡ്ജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പർക്കം തീരെ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ 23 കേസുകളും, ഈ കേസുകളെല്ലാം വളരെ പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട്, അപ്പോൾ ഞങ്ങൾ ഈ കേഡർ തസ്തികകൾ പുനർനാമകരണം ചെയ്ത് നിയമിക്കരുത് എന്ന് പറഞ്ഞിപ്പോൾ IMGയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ സർവീസിൽ ഒന്നിച്ച് പ്രവർത്തിച്ച K. ജയകുമാറും KM എബ്രഹാമും അത് വ്യക്തിപരമായിട്ട് എടുക്കുകയാണ്. കാരണം അത് രണ്ടുപേരെയും ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. അവരുടെ നിയമനത്തിൽ, അവരുടെ വേതനത്തിൽ, അവരുടെ എംപ്ലോയ്മെൻറ്റിൽ, അവരുടെ കോണ്ടാക്റ്റിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100 പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് സിവിൽ സർവീസുമായിട്ടുള്ള ഏകോപനം അവിടെ വെച്ച് കാര്യമായി താളം തെറ്റി. ആ താളം തെറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിറ്റിഗേഷൻസ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നിൽ നിന്ന പെറ്റീഷണർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് 23 ആ കേസിൻ്റെ ഗൗരവം സത്യത്തിൽ അത് സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുമ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു പെറ്റീഷൻ പോലെ പോകുമെന്നാണ് ധരിച്ചത്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 2 കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എക്സൈസ് കമ്മീഷണറുടെ പോസ്റ്റിൽ
IAS ഓഫീസർക്ക് ചുമതല കൊടുക്കാൻ ആ കോമൺ ഓർഡറിൽ വിധിയുണ്ടായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം ശ്രീ MR അജിത് കുമാറിനെ ട്രാൻസ്ഫർ ഔട്ട് ചെയ്തിട്ട് അവിടെ തന്നെയുള്ള പോലീസ് സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു IPS ഓഫീസർക്ക് ചാർജ് കൊടുക്കും. എത്ര ധിക്കാരപരമായിട്ടാണ് ഒരു ട്രിബ്യൂണൽ വിധിയോട് പെരുമാറുന്നത്. IAS ഓഫീസറെ കേഡർ തസ്തികയിൽ നിയമിക്കേണ്ട പോസ്റ്റിൽ, എന്നാൽ ശ്രീ അജിത് കുമാർ ADGP റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. ADGP എടുത്ത് മാറ്റിയിട്ട് ഒരു SP ചാർജ് കൊടുക്കും. അതിൽ ഞാൻ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. ചീഫ് സെക്രട്ടറി കണ്ടംപ്റ്റ് നോട്ടീസ് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മെയിൽ കണ്ടംപ്റ്റ് നോട്ടീസ് ആൻസർ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ പരാതി കൊടുത്തു. അതായത് സെക്രട്ടറി ടു ഗവർണർ കേഡർ തസ്തികയാണ്, IAS ഓഫീസർ വഹിക്കേണ്ട പോസ്റ്റാണ്. ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് രാജ്ഭവനിലെ. രാജ്ഭവൻ സർവീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് IAS ഓഫീസറുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ചട്ടവിരുദ്ധമാണ്. അതും സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ, ഈ 2 പദവി. അത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം, മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയാൽ ഉടനടി പുതിയ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട സ്റ്റെപ്സിലേക്ക് കടക്കണം. അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് ഗവർണറുടെ സെക്രട്ടേറിയറ്റാണ്. അവിടെ ചട്ടപ്രകാരമുള്ള ഉദ്യോഗസ്ഥനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥനുമില്ല. രണ്ടും അനർഹരായിട്ടുള്ള ആളുകൾ. ഒന്ന് റിട്ടയർ ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനും മറ്റതൊരു ഡെപ്യൂട്ടി സെക്രട്ടറി പദവി വഹിക്കുക. ഇക്കാര്യത്തിൽ ഞാൻ ഈ ആഴ്ച ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരുന്നു. വ്യക്തമായിട്ട് നിങ്ങളിത് തിരുത്തുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിലും കോടതിയെ വീണ്ടും സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഓർഡർ കൂടുതലും ഇതിൻ്റെ ഒരു തുടർച്ച, ഈ 23-ൽ തുടങ്ങിയ ഈ ലീഗൽ ബാറ്റിലിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് കാണിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കേണ്ടതില്ല. അതൊക്കെ കാലാന്തരത്തിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പോരാടി വന്ന കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങളാവും വിധം ശക്തമായി ഒരുമയോടുകൂടി മുന്നോട്ട് തന്നെ പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.